Okay. So next, drugs acting on central nervous system ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഏതാണ്? ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്തൊക്കെ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ CNS വർക്ക് ചെയ്യുന്നുണ്ട്, ആ ട്രാൻസ്മിറ്റേഴ്സിൽ ആരൊക്കെയാണ് ഇൻഹിബിറ്ററി, ആരൊക്കെയാണ് എക്സൈറ്റേറ്ററി, രണ്ട് ആക്ഷനും കാണിക്കുന്നത് ആരാണ്, ഇതെല്ലാം നമ്മൾ അറിയണം. ഓക്കെ, so first one is the neurotransmitters in CNS can be classified into three. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? CNS ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് ഇൻഹിബിറ്ററി ഉണ്ട്, എക്സൈറ്റേറ്ററി ഉണ്ട്. ബോത്ത് ഇൻഹിബിറ്ററി ആൻഡ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. സോ ഏറ്റവും ആദ്യത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ. ഞാൻ എടുത്ത പോർഷൻ ആണ്, എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുവാണേ. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾ ആണ് ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അവരുടെ എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടമേറ്റ്, അസ്പാർട്ടേറ്റ്. ഓക്കെ, എക്സൈറ്റേറ്ററിക്ക് എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടമേറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ്. ഓക്കെ, ഇനി ബോത്ത് ദീസ് ആക്ഷൻ, ഈ രണ്ട് ആക്ഷനും ഉള്ള ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് acetylcholine, noradrenaline and 5-HT. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇൻഹിബിറ്ററി ആണ് ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ആണ്. എന്നാൽ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടമേറ്റ്, അസ്പാർട്ടേറ്റ്. രണ്ട് ആക്ഷനും ഉള്ള ആൾക്കാരാണ് 5-HT, then noradrenaline and acetylcholine. Okay, so drugs acting on central nervous system ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആരൊക്കെയാണ്, എക്സൈറ്റേറ്ററി, ഈ രണ്ട് ആക്ഷനും കാണിക്കുന്നത് ആരൊക്കെയാണെന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഇൻഹിബിറ്ററി. ഏതൊക്കെയായിരുന്നു? ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ. എക്സൈറ്റേറ്ററി ആണ് ഗ്ലൂട്ടമേറ്റ്, അസ്പാർട്ടേറ്റ്. ബോത്ത് ആക്ഷൻസ് കാണിക്കുന്ന ആളാണ് acetylcholine, noradrenaline and serotonin. ഞാൻ പറയുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് എഴുതി പോവാം. നോട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും, പക്ഷെ നോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല കേട്ടോ. അവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് കുറിച്ച് മനസ്സിലാക്കി എടുത്ത് പോവാം. നെക്സ്റ്റ് വൺ, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്താണ്, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്താണ്, അതൊന്ന് മനസ്സിലാക്കിക്കേ. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടല്ലോ, ഗാബ, ഗ്ലൈസിൻ, ഡോപ്പമിൻ. ഇവര് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇവര് പോസ്റ്റ് ജംഗ്ഷണൽ റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഗാബ, ഗ്ലൈസിൻ ആൻഡ് ഡോപ്പമിൻ ഇവര് പോയിട്ട് പോസ്റ്റ് ജംഗ്ഷനിലുള്ള റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇവര് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ it will increase the permeability of the membrane. Membrane permeability ഇത് increase ചെയ്യും. So potassium will move out. Permeability കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Potassium will move out of the cell membrane and chlorine will move into the cell membrane. So permeability increase ചെയ്യുന്നു. നെഗറ്റീവ് ചാർജ് ഉള്ള മോളിക്യൂൾ അകത്തേക്കും പോസിറ്റീവ് ചാർജ് ഉള്ള മോളിക്യൂള് പുറത്തേക്ക് പോകുന്നു. സെല്ല് ഹൈപ്പർ പോളറൈസ്ഡ് ആവുന്നു. ഹൈപ്പർ പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ല് ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ മാത്രമേ കാണിക്കുകയുള്ളൂ. സോ ദിസ് വിൽ പ്രൊഡ്യൂസ് CNS ഡിപ്രഷൻ. ഏതൊക്കെയാണ്? ഡ്രൗസിനെസ്, സെഡേഷൻ, ഹിപ്നോസിസ്, അൺകോൺഷ്യസ്നെസ് ഒക്കെ കാണിക്കും. മനസ്സിലായോ? ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഗ്ലൈസിൻ, ഗാബ എന്നൊക്കെ പറയുന്നത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഗാബ, ഗ്ലൈസിൻ ഒക്കെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ റെസപ്റ്ററിൽ പോസ്റ്റ് ജംഗ്ഷനിലായിട്ട് പോയിട്ട് ഈ റെസപ്റ്ററിനോട് പോയിട്ട് ഇവർ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെല്ലിനെ ഹൈപ്പർ പോളറൈസ് ചെയ്യും. വാട്ട് ഈസ് മീൻ ബൈ ഹൈപ്പർ പോളറൈസേഷൻ? ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പൊട്ടാസ്യത്തിനെ ലീക്ക് ഔട്ട് ചെയ്യിക്കും. എന്നിട്ട് സെല്ലിന്റെ അകത്ത് നിന്ന് ക്ലോറിനെ അത് സെല്ലിന്റെ അകത്തേക്ക് ലീവ് ചെയ്യിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് inhibitory neurotransmission. So this result in inhibitory
പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ. സോ CNS, ഡിപ്രഷൻ, ഡ്രൗസിനെസ്, സെഡേഷൻ, ഹിപ്നോസിസ്, ഇങ്ങനത്തെ ഇൻഹിബിറ്ററി ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ എന്ത് ചെയ്യും, ഇവര് കാണിക്കും. മനസ്സിലായോ? ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇൻഹിബിറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും ഇവർ നമുക്ക് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ. അപ്പൊ എക്സൈറ്റേറ്ററിയുടെ എക്സാമ്പിൾസ് ആരൊക്കെയാ? അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടമേറ്റ് ഒക്കെയാണ് എക്സൈറ്റേറ്ററിയുടെ എക്സാമ്പിൾസ് അല്ലെ. സോ ദിസ് എക്സൈറ്റേറ്ററി ആവുമ്പോൾ അസ്പാർട്ടേറ്റും ഗ്ലൂട്ടമേറ്റും റിലീസ് ആവുന്നു. ഇതേപോലെ തന്നെ പോസ്റ്റ് ജംഗ്ഷനിലായിട്ടുള്ള റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ. അപ്പോ നേരത്തെ പൊട്ടാസ്യം പുറത്തേക്ക് പോയതുപോലെ ഇപ്പോഴും പൊട്ടാസ്യം പുറത്തേക്ക് പോകും, പക്ഷേ സോഡിയം സെല്ലിന്റെ അകത്തേക്ക് വരും. സോഡിയം സെല്ലിന്റെ അകത്ത് വന്നാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കോസസ് ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ സംഭവിക്കുമ്പോൾ ഇറ്റ് വിൽ കോസ് CNS സ്റ്റിമുലേഷൻ. CNS സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? CNS സ്റ്റിമുലേഷൻ എന്തൊക്കെയാണ്? എക്സൈറ്റേഷൻ, യൂഫോറിയ, ട്രെമർ, ട്വിച്ചിങ് ആൻഡ് കൺവേർഷൻസ്. അപ്പം രണ്ടും ഞാൻ പറഞ്ഞു തന്നു. ഇൻഹിബിറ്ററിയും പറഞ്ഞു തന്നു, എക്സൈറ്റേറ്ററിയും പറഞ്ഞു തന്നു. രണ്ടും ഈസിയാ. ഇൻഹിബിറ്ററിയുടെ പ്രത്യേകത എന്താണ്? ഗാബ, ഗ്ലൈസിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ ഇവര് പോയിട്ട് പോസ്റ്റ് ജംഗ്ഷനിലുള്ള റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് സെല്ലിനെ ഹൈപ്പർ പോളറൈസ് ചെയ്യും. പൊട്ടാസ്യം സെല്ലിന്റെ പുറത്തേക്കും പോകും, ക്ലോറിൻ സെല്ലിന്റെ അകത്തേക്കും വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പർട്ടിക്കുലർ ക്യാരക്ടറിനെയാണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് ഹൈപ്പർ പോളറൈസേഷൻ. ഇനി എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ അസ്പാർട്ടേറ്റും അതേപോലെ തന്നെ അടുത്ത ആളാരായിരുന്നു? അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടമേറ്റ്. ഇവരും അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? they will go and bind with, അവരെവിടെയാ ബൈൻഡ് ചെയ്യാം? they will go and bind to the receptors at the post junction. ഇവരെ സെല്ലിന്റെ പെർമിയബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കും. സെല്ലിന്റെ പെർമിയബിലിറ്റിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സോഡിയം സെല്ലിന്റെ അകത്തേക്ക് വരുന്നു, പൊട്ടാസ്യം സെല്ലിന്റെ പുറത്തേക്കും പോകുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNS. ഓക്കെ, സോ മിക്കവാറും നമ്മുടെ CNSന്റെ കേസ് പറയുമ്പോൾ രണ്ടാൾക്കാരാണ് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ഏറ്റവും ആദ്യം സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏജന്റ് ആണ് CNS ഡിപ്രസന്റ്. കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് CNS സ്റ്റിമുലന്റ്. രണ്ട് CNS സ്റ്റിമുലന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞേ. റെസ്പിറേറ്ററി സ്റ്റിമുലന്റ്, CNS സ്റ്റിമുലന്റ് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ? ഡോക്സാപാം, ആംഫിറ്റമൈൻ, ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ സ്റ്റിമുലന്റ്സ്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് പഠിക്കാം, വരും ചാപ്റ്ററുകളിൽ പഠിക്കാം. ഇനി ജനറൽ അനസ്തേഷ്യയിലേക്ക് പോകാം. എന്താണ് ജനറൽ അനസ്തേഷ്യ? എവിടെയാണ് ജനറൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നത്? We will give them on the central nervous system, അല്ലെ? So reversible loss of all sensations. Okay, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ അനസ്തേഷ്യ. രണ്ട് തരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ട്. ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ അനസ്തേഷ്യ ഉണ്ട്. ലോക്കൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയനെ നമുക്ക് ലോക്കലൈസ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ അനസ്തേഷ്യ. അടുത്തത് ലോക്കൽ അനസ്തേഷ്യ. നമുക്ക് നമ്മുടെ CNSനെ ഡിപ്രസ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? വി വിൽ യൂസ് ജനറൽ അനസ്തേഷ്യ. ഓക്കെ, പറഞ്ഞോ, എന്തു പറ്റി? ഓക്കെ, so definition ആദ്യം നോക്കാം. General anesthetics are agents which produce reversible loss of consciousness and all sensations. Okay, ഒരു reversible loss വേണം. നമ്മുടെ സെൻസേഷൻ തിരികെ വരുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. reversible loss of all sensations and consciousness, sleep. Okay, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? This is called as general anesthesia. അവിടെ അംനേഷ്യ, ഇമ്മൊബിലിറ്റി, മസിൽ റിലാക്സേഷൻ ഇതെല്ലാം സംഭവിക്കാം അല്ലെ. ഓട്ടോണോമിക് ആയിട്ടുള്ള റിഫ്ലക്സസ് ഒക്കെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെയും എന്താണ്? All these are
റിവേഴ്സിബിൾ. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഓൾ ദീസ് ആർ റിവേഴ്സിബിൾ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഓക്കെ, ഇനി മെക്കാനിസം. മെയിൻ സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ജനറൽ അനസ്തറ്റിക് ഈസ് റെറ്റിക്കുലാർ ഫോർമേഷൻ. എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ? മെയിൻ മെക്കാനിസം എന്താണ്? റെറ്റിക്കുലാർ ഫോർമേഷൻ. ഷോർട്ട് നോട്ട് എഴുതിയോ? ഫോർമേഷൻ ഓഫ് റെറ്റിക്കുലാർ റീജിയൻ അല്ലെങ്കിൽ റെറ്റിക്കുലാർ ഫോർമേഷൻ ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള മെയിൻ സൈറ്റ് ഓഫ് മെക്കാനിസം. ഓക്കെ, ദിസ് സൈറ്റ് മെയിൻറ്റെയിൻസ് എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ഈവൻ ദോ അവർ ആ സമയത്തുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, അംനീഷ്യ വരുന്നു, ഇമ്മൊബിലിറ്റി വരുന്നു, മസിൽ റിലാക്സേഷൻ വരുന്നു എങ്കിലും അവര് ആ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? It is maintained by reticular formation. So, ഏറ്റവും ആദ്യത്തെ മെക്കാനിസം decreasing the transmission in reticular formation. This increase the activity of inhibitory transmitters like GABA. ഓക്കെ, അപ്പം ഇൻഹിബിറ്ററി ആയിട്ടുള്ള ഗാബയുടെ ആക്ടിവിറ്റി കൂട്ടുന്നു, എക്സൈറ്റേറ്ററി ആയിട്ടുള്ളവരുടെ ആക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. മനസ്സിലായോ? ഡിക്രീസിങ് ദ transmission in reticular formation. This increases the activity of inhibitory transmitters like GABA. Okay, inhibitory transmitter ആയിട്ടുള്ള ഗാബയുടെ ആക്ടിവിറ്റീസ്, ഗാബയുടെ ആക്ടിവിറ്റീസ് അത് ഇൻക്രീസ് ചെയ്യുന്നു. എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ആളുണ്ടല്ലോ, എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ആളുടെ ആക്ടിവിറ്റി അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടമേറ്റ് അവരുടെ ആക്ടിവിറ്റി അത് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻ സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ പറഞ്ഞുതരാം. സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ എന്താണ്? സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ 4 സ്റ്റേജസ് ഉണ്ട് അല്ലെ? ഒരു പേഷ്യന്റ് അനസ്തേഷ്യയിൽ പോകുന്നതിന് മുമ്പ് മെയിൻലി 4 സ്റ്റേജ് ആണ് ഉള്ളത്. ഏറ്റവും ആദ്യത്തത് സ്റ്റേജ് ഓഫ് അനാൽജസിയ. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്താണ്? സ്റ്റേജ് ഓഫ് അനാൽജസിയ. ഓക്കെ, സ്റ്റേജ് ഓഫ് അനാൽജസിയക്കകത്ത് വരുന്നതാണ്. This stage begins with inhalation of the anesthetic up to loss of consciousness. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതെല്ലാം. ഫസ്റ്റ് ഡ്രഗ് എടുക്കുന്നത് മുതൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നത് വരെ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വരെയാണ് നമ്മൾ എന്ത് പറയുക? We will call it by the name stage of anesthesia. അതാണ് സ്റ്റേജ് ഓഫ് അനാൽജസിയ എന്ന് പറഞ്ഞാൽ ഡ്രഗ് എടുക്കുന്നു, എപ്പോഴാണ് പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നത്, അതാണ് സ്റ്റേജ് ഓഫ് അനാൽജസിയ. നെക്സ്റ്റ് പറഞ്ഞ സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ്. അപ്പം അൺകോൺഷ്യസ്നസ്സിൽ നിന്ന് ആ സർജിക്കൽ അനസ്തേഷ്യയുടെ ഫസ്റ്റ് സ്റ്റേജിനെയാണ് സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലാസ്റ്റ് ഫ്രം ലോസ് ഓഫ് കോൺഷ്യസ്നസ് ടു beginning of surgical anesthesia. Okay, so loss of consciousness, increased sympathetic activity, increased in heart rate and BP, pupils are dilated, muscle tone are increased, breathing irregular. Okay, muscle tone കൂടുന്നു, pupil dilate ആവുന്നു, ഹാർട്ട് റേറ്റും ബി പിയും കൂടുന്നു, സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുന്നു, കോൺഷ്യസ്നസ് പതിയെ നഷ്ടപ്പെടുന്നു, ബ്രീത്തിങ് ഇറഗുലർ ആവുന്നു. എല്ലാം ഒന്ന് ഹൈക്ക് ചെയ്യും കേട്ടോ. സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റില് എല്ലാം ഒന്ന് ഹൈക്ക് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യയിലേക്ക് നമുക്ക് വരാം. സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പേഷ്യന്റ് പതിയെ ഒരു അനസ്തറ്റിക് സ്റ്റേജിലേക്ക് മാറുകയാണ്. റെസ്പിറേഷൻ ഈസ് ഇറഗുലർ, മസിൽസ് ആർ റിലാക്സ്ഡ്, റിഫ്ലക്സ് എല്ലാം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. റിഫ്ലക്സസ് ആർ ലോസ്റ്റ്, ഇന്റർകോസ്റ്റൽ മസിൽസ് പാരലൈസ്ഡ് ആകുന്നു, പ്യൂപ്പിള് ഡയലേറ്റ് ചെയ്തിട്ട് ഐബോൾസ് എന്തായിട്ട് മാറുന്നുണ്ട്? ഐബോൾസ് ആർ ഫിക്സ്ഡ്. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. നെക്സ്റ്റ് ഈസ് സ്റ്റേജ് ഓഫ് മെഡുലറി paralysis. So stage of medullary paralysis. So അവിടെ ബ്രീത്തിങ് നിൽക്കുന്നു, സർക്കുലേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്നു, പേഷ്യന്റിന് ഡെത്ത് വരെ സംഭവിക്കാം എന്നുള്ള ഒരു സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ്
മെഡുലറി പാരാലിസിസ്. മനസ്സിലായോ? ഇതുവരെ ഞാൻ പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ജനറൽ അനസ്തെറ്റിക്സ് ഒന്നുമില്ല, നമ്മുടെ റിവേഴ്സിബിൾ ലോസ് ഓഫ് കോൺഷ്യസ്നസ് തരുന്ന ആളാണ് ജനറൽ അനസ്തെറ്റിക്സ്. അവിടെ ജനറൽ അനസ്തെറ്റിക്സ് 4 സ്റ്റേജ്. സ്റ്റേജ് ഓഫ് അനാൽജസിയ, നമ്മൾ സ്മെല്ല് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോധം നഷ്ടപ്പെടുന്നത് വരെയുള്ള സമയമാണ് സ്റ്റേജ് ഓഫ് അനാൽജസിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞുള്ള സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റ്. ഓക്കെ, ലാസ്റ്റ് ഫ്രം ലോസ് ഓഫ് കോൺഷ്യസ്നസ് ടു ബിഗിനിങ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ. അവിടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്നുണ്ട്, സിമ്പതറ്റിക് ആക്ടിവിറ്റി കൂടുന്നുണ്ട്, ഹാർട്ട് റേറ്റും ബിപിയും തുടങ്ങി സർവ ആക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും സ്റ്റേജ് ഓഫ് എക്സൈറ്റ്മെന്റിൽ. അടുത്ത സ്റ്റേജ് ഓഫ് സർജിക്കൽ അനസ്തേഷ്യ വരുമ്പോഴോ എവറിഥിങ് വിൽ ബിക്കം, എല്ലാം എന്താവുന്നു? ഇറഗുലർ ആയിട്ട് മാറുന്നുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ജനറൽ അനസ്തെറ്റിക്സ്. ജനറൽ അനസ്തെറ്റിക്സിന്റെ എക്സാമ്പിൾ എന്താ? ഇൻഹലേഷൻ അനസ്തെറ്റിക്സും ഉണ്ട്, ഇൻട്രാവീനസ് അനസ്തെറ്റിക്സും ഉണ്ട്. ഓക്കെ, ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് ഉണ്ട്. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മെല്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലെ ഇൻഹലേഷൻ അല്ലെ. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റിലാകെ ഒരാളെ ഉള്ളൂ. ഏതായിരുന്നു? നൈട്രസ് ഓക്സൈഡ്. ഓർമ്മയിലെ ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്ന നൈട്രസ് ഓക്സൈഡ് ആണ് ആകെയുള്ള ഇൻഹലേഷനിലുള്ള ഒരേ ഒരാള്, നൈട്രസ് ഓക്സൈഡ്. രണ്ടാമത് ഇൻട്രാവീനസ് ആണ്. ഇൻട്രാവീനസിനകത്ത് വരുന്നതാണ് തയോപെൻറ്റോൺ, സോഡിയം പ്രൊപ്പഫോള്, എറ്റോമിഡേറ്റ്, ബെൻസോഡയസെപ്പിൻ, കീറ്റമിൻ. നമുക്ക് IV ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ എല്ലാവരെയും നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്? ഓൾ ദീസ് ആർ ഇൻട്രാവീനസ്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഇൻഹലേഷനിലും ഇൻട്രാവീനസും ഉണ്ട്. ഇൻഹലേഷനിലകത്ത് ഗേഷ്യസ് സ്റ്റേറ്റിലും ഉണ്ട്, അതേപോലെ തന്നെ വോളറ്റൈലും ഉണ്ട്. ഓക്കെ, ഗേഷ്യസ് സ്റ്റേറ്റിൽ വന്നതാണ് നൈട്രസ് ഓക്സൈഡ്. വോളറ്റൈൽ ലിക്വിഡ് ആയിട്ട് വരുന്നതാണ് ഈതർ ഹാലോതെയ്ൻ, എൻഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, സെവോഫ്ലൂറൈൻ. അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും എന്താണ്? ഓൾ ദീസ് ആർ വോളറ്റൈൽ ലിക്വിഡ്സ്. ഒരു മിനിറ്റ്. ഓക്കെ, സോ 2 കാറ്റഗറി ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇൻഹലേഷൻ അനസ്തെറ്റിക്സ്. ഇൻഹലേഷൻ അനസ്തെറ്റിക്സിനകത്ത് 2 കാറ്റഗറി ഉണ്ട്. ആരൊക്കെയായിരുന്നു? വോളറ്റൈൽ ലിക്വിഡ്സ്. വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈതർ ഹാലോതെയ്ൻ, എൻഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ, സെവോഫ്ലൂറൈൻ ഒക്കെ ഗേഷ്യസ് ആയിട്ട് വരുന്ന ആളാണ്. നമ്മൾ ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കും. ലാഫിംഗ് ഗ്യാസ് എന്ന് വിളിക്കുന്ന നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻട്രാവീനസ് ആലോചിക്കണം. തയോപെൻറ്റോൺ, സോഡിയം മെത്തോഹെക്സിറ്റോൺ, സോഡിയം പ്രൊപ്പഫോള്, എറ്റോമിഡേറ്റ്, ഇവരെല്ലാരും ആ ഒരു കാറ്റഗറി വരുന്ന. ഇത് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനകത്ത് പറഞ്ഞായിരുന്നു. ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് ആയിട്ട് വരുന്ന ഏജന്റ് ആണ് ആര്? കീറ്റമീൻ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, മറക്കാൻ പാടില്ല കേട്ടോ. നെക്സ്റ്റ് വോളറ്റൈൽ ലിക്വിഡ്സിനെ പറ്റി പറഞ്ഞുതരാം. വോളറ്റൈൽ ലിക്വിഡ്സിന്റെ അകത്ത് ഞാൻ ഏറ്റവും ആദ്യം ഈതറിനെ പറ്റിയാണ് പറയുന്നത്. ഈതറിന്റെ മറ്റൊരു പേരാണ് ഡൈ ഈതൈൽ ഈതർ. കളർലെസ് ആണ്, വോളറ്റൈൽ ലിക്വിഡ് ആണ്. കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് വിത്ത് പഞ്ചന്റ് ഓഡർ. ഓക്കെ, ഈതറിന്റെ പ്രത്യേകത എന്താണ്? കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് വിത്ത് പഞ്ചന്റ് ഓർഡർ. ഓക്കെ, സോ അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, എക്സ്പ്ലോസീവ് ആണ്, ക്വിക്ലി അബ്സോർബ് ചെയ്യും ത്രൂ ദ ലങ്സ്. ഓക്കെ, സോ വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയുന്നത് ഇൻഹലേഷണൽ കാറ്റഗറി ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലങ്സിൽ കൂടെ അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, പഞ്ചന്റ് ഓർഡർ, ക്വിക്ലി അബ്സോർബ്ഡ്. Okay, all these are the examples. Next one is advantages.
എന്താണ് ഡൈ ഈഥൈൽ ഈഥർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്? ഒരു സേഫ് അനസ്തെറ്റിക്ക, നമുക്ക് ആവശ്യമുള്ള അത്ര തന്നെ എന്ത് കിട്ടുന്നുണ്ട്? മസിൽ റിലാക്സേഷൻ തരാൻ സാധിക്കുന്ന ഒരു സേഫ് ലിക്വിഡ് ആണ് ഏതാ? ഡൈ ഈഥൈൽ ഈഥർ അഥവാ ഈഥർ എന്ന് നമ്മൾ വിളിക്കുന്ന ഡൈ ഈഥൈൽ ഈഥർ. ഓക്കെ, ഡൈ ഈഥൈൽ ഈഥർ is also called as ether, which is highly inflammable ആണ്, എക്സ്പ്ലോസീവ് ആണ്, കാര്യങ്ങളൊക്കെ ശരിയാ, കളർലെസ് ലിക്വിഡ് ആണ്, പഞ്ചന്റ് ഓർഡർ ഉണ്ട്. ഓക്കെ, സോ മോട്ടോർ നെർവ് എൻഡിങ്ങിലുള്ള അസറ്റൈൽ കോളിന്റെ റിലീസ് ഇവൻ തടയും. മനസ്സിലായോ? ഈ അസറ്റൈൽ കോളിന്റെ റിലീസ് തടയുന്നതിലൂടെയാണ് ഈഥർ അഥവാ ഡൈ ഈഥൈൽ ഈഥർ എന്തായിട്ട് മാറുന്നത്? ഒരു കളർലെസ് ലിക്വിഡ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? അഥവാ അത് മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് മോട്ടോർ നെർവ് എൻഡിങ്ങിൽ നിന്നുള്ള അസറ്റൈൽ കോളിന്റെ റിലീസ് അത് എന്ത് ചെയ്യുന്നു? തടയുന്നു. മനസ്സിലായല്ലോ അല്ലെ? സോ അട്രോപ്പിൻ ആണ് യൂഷ്വലി പ്രീ മെഡിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് അട്രോപ്പിൻ ആണ്. ആൻഡ് ഇൻഡക്ഷൻ ഈസ് ലോ, prolonged and recovery is slow. Okay, induction prolong ചെയ്യുന്നുണ്ട്, റിക്കവറി ആണെങ്കിലോ സ്ലോ ആണ്. പ്രധാനമായിട്ട് ഉണ്ടാകാവുന്ന അഡ്വേഴ്സ് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? നോസിയ ആൻഡ് വോമിറ്റിംഗ്. പ്രധാനമായിട്ട് നോസിയ ആൻഡ് വോമിറ്റിംഗ്. യൂട്രൈൻ കോൺട്രാക്ടിലിറ്റിനെ എഫക്ട് ചെയ്യില്ല. നമുക്ക് കോംപ്ലിക്കേറ്റഡ് അപ്പാരറ്റസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? ഇൻഹലേഷനിലായിട്ട് ഈ ഡ്രഗ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻഡക്ഷൻ സ്ലോ ആണ്, അൺപ്ലസന്റ് ആണ്, മ്യൂക്കസ് മെംബ്രെയിനിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഹൈലി എക്സ്പ്ലോസീവ് ആണ്, ഇൻഫ്ലേമബിൾ ആണ്, റെസ്പിറേറ്ററി സെക്രീഷൻ ഒക്കെ കൂട്ടും, നോസിയ വോമിറ്റിംഗ് ഉണ്ടാകും, റിക്കവറി സ്ലോ, അതൊക്കെ ശരിയാ. പക്ഷെ നമുക്ക് ഒരു അപ്പാരറ്റസിന്റെയും സഹായം എടുക്കാതെ തന്നെ ഇടാൻ സാധിക്കുന്ന ഒരു അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഈഥർ അഥവാ ഡൈ ഈഥൈൽ ഈഥർ. ഓക്കെ, നെക്സ്റ്റ് ഡ്രഗ് ആണ് ഹാലോപെയിൻ. ഓക്കെ, ഹാലോപെയിൻ അറിയാലോ, ഇത് നമ്മൾ പറഞ്ഞ ഡൈ ഈഥൈൽ ഈഥർ അഥവാ ഈഥർ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്തത് ഹാലോപെയിൻ. ഹാലോപെയിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഹാലോപെയിൻ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വൈ ഹാലോപെയിൻ കോസ് ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ ഉണ്ടാക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. ഓക്കെ, സോ അത് പ്രധാനമായിട്ടും സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിലുള്ള സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് അത് പ്രധാനമായിട്ടും അഫക്ട് ചെയ്ത് ഹാലോപെയിൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഓക്കെ,